കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഭരണഘടനയിൽ ആർട്ടിക്കിൾസ് വഴി പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യമായി നോക്കാനുള്ളത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 243 243 243 243 എന്നീ ആർട്ടിക്കിൾസാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ട നിയന്ത്രണം, പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും വോട്ടർ പട്ടിക തയ്യാറാക്കലുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പുറമെ അംഗങ്ങളുടെ സ്ഥാനത്തുണ്ടാകുന്ന ആകസ്മിക ഒഴിവുകൾ നികത്താനുള്ള ഉപതെരഞ്ഞെടുപ്പുകളും നടത്തുന്നു. അപ്പോൾ ആകസ്മിക ഒഴിവുകൾ നികത്താനുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാനത്തെ അസംബ്ലി, പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലെ അതിരുകൾ നിർണ്ണയിക്കുന്നതിനായി ഡീലിമിറ്റേഷൻ ആക്ട് 2002 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് അതിർത്തി നിർണ്ണയ കമ്മീഷൻ. സംസ്ഥാനത്തെ അസംബ്ലിയും പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലെ അതിരുകൾ നിർണ്ണയിക്കുന്നതിനായി ഡീലിമിറ്റേഷൻ ആക്ട് 2002 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടാതെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MS K രാമസ്വാമി, രണ്ടാമത്തേത് MS ജോസഫ്, നിലവിൽ അല്ലെങ്കിൽ 7ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ എന്നിവരാണ്. അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിന് മുകളിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി നിയമിക്കുന്നു. അഡീഷണൽ സെക്രട്ടറി റാങ്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് എന്ത് ചെയ്യും? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി നിയമിക്കും. നിലവിലെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സെക്രട്ടറി പ്രകാശ് BS. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി പ്രകാശ് BS ആണ്. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറാണ് നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. ശ്രദ്ധിക്കണം, ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. അടുത്ത ഭരണഘടനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ കേരള PSC. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14. ഭാഗം 14ലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ യൂണിയനുകൾക്കായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും ഓരോ സംസ്ഥാനത്തിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ യൂണിയനുകൾക്കായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSCയും ഓരോ സംസ്ഥാനത്തിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് PSC സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ആർട്ടിക്കിൾ 323 പ്രകാരം സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 323 സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന PSCയിലെ അംഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണറുടെ വിവേചനാധികാരമാണ്.
സംസ്ഥാന PSC അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അത് തീരുമാനിക്കുന്നത് ഗവർണറുടെ വിവേചനാധികാരമാണ്. നിലവിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗസംഖ്യ 21. ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സംസ്ഥാന PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സംസ്ഥാന PSCയിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും പ്രായപരിധി 60-ൽ നിന്ന് 62 ഭേദഗതി 1976-ലെ 41-ാം ഭേദഗതി. 1976-ലെ 41-ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന PSCയിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും പ്രായപരിധി 60-ൽ നിന്ന് 62 ആക്കിയത്. PSC ചെയർമാനെയും അംഗങ്ങളെയും രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. PSC ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക്. PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. ചെയർമാൻ്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുമ്പോൾ സംസ്ഥാന PSC അംഗങ്ങളിൽ ഒരാളെ ആക്ടിംഗ് ചെയർമാനായി നിയമിക്കുന്നത് ഗവർണറാണ്. ചെയർമാൻ്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുമ്പോൾ സംസ്ഥാന PSC അംഗങ്ങളിൽ ഒരാളെ ആക്ടിംഗ് ചെയർമാനായി നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും പുറത്താക്കാനുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം പാപ്പരായാൽ. രണ്ടാമത്, സ്വന്തം സ്ഥാപനത്തിന് പുറമെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞാൽ. പാപ്പരായാൽ സ്വന്തം സ്ഥാപനത്തിന് പുറമെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടതായി തെളിയിക്കപ്പെട്ടാൽ, പിന്നെ പെരുമാറ്റ ദൂഷ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ വിഷയം പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അന്വേഷണ കമ്മീഷൻ ഏർപ്പാടാക്കാൻ ശുപാർശ ചെയ്യാവുന്നതുമാണ്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും പ്രസിഡന്റിന്റെ പ്രവർത്തനം. അന്വേഷണം നടക്കുന്ന കാലയളവിൽ ഗവർണർക്ക് ചെയർമാനെയോ അംഗത്തെയോ സസ്പെൻഡ് ചെയ്യാം. എന്നാൽ സുപ്രീം കോടതി അന്വേഷണത്തിന്റെ ഫലം വന്നാൽ മാത്രമേ പുറത്താക്കാൻ കഴിയൂ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ ചെയർമാനെയോ അംഗങ്ങളെയോ നീക്കം ചെയ്യാനാവൂ. സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഗവർണറാണെങ്കിലും നിയമനത്തിന് ശേഷം അവയിൽ വ്യത്യസ്തത വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല. വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഗവർണറാണ്, പക്ഷെ അവയിൽ വ്യത്യസ്തത വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല. ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവ സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നൽകുന്നതിനാൽ നിയമസഭയ്ക്ക് അതിന്മേൽ നിയന്ത്രണങ്ങളില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ഒക്കെ ശമ്പളം, അലവൻസ്, പെൻഷൻ തുടങ്ങിയവ സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നൽകുന്നത്. അതുകൊണ്ട് നിയമസഭയ്ക്ക് അതിൻ്റെ മേൽ നിയന്ത്രണങ്ങളില്ല. സേവന കാലാവധി കഴിഞ്ഞാൽ ചെയർമാന് UPSC മെമ്പറോ മറ്റേതെങ്കിലും സ്റ്റേറ്റ് PSC ചെയർമാനോ അംഗമോ ആകാമെങ്കിലും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ പ്രവർത്തിക്കാൻ അർഹതയില്ല. ചെയർമാന് മാത്രമല്ല, ചെയർമാനോ സംസ്ഥാന PSC അംഗത്തിനോ സേവന കാലാവധിക്ക് ശേഷം UPSC മെമ്പറാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് PSCൻ്റെ ചെയർമാനോ അംഗമോ ആകാം. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ പ്രവർത്തിക്കാൻ അർഹതയില്ല. സംസ്ഥാന PSC ചെയർമാനോ മെമ്പർക്കോ കാലാവധിക്ക് ശേഷം പുനർനിയമനത്തിന് അർഹതയില്ല. അപ്പോൾ സംസ്ഥാന PSC ചെയർമാനോ മെമ്പർക്കോ കാലാവധിക്ക് ശേഷം പുനർനിയമനത്തിന് അർഹതയില്ല. സംസ്ഥാന PSC വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. സംസ്ഥാന PSC വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. PSCയുടെ റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഗവർണർ ആ റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കും. താഴെ പറയുന്ന വിഷയങ്ങളിൽ ഗവൺമെൻറ് PSCയുടെ അഭിപ്രായം ആരായേണ്ടതില്ല. 2 വിഷയങ്ങളുണ്ട്. അതിൽ ഗവൺമെൻറ് PSCയുടെ അഭിപ്രായം ചോദിക്കേണ്ടതില്ല. അതിലൊന്നാമത്തെ വിഷയം പിന്നാക്കാവസ്ഥയിലുള്ള പൗരന്മാരുടെ നിയമന വിഷയത്തിൽ. രണ്ടാമത്തേത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്ന വിഷയത്തിൽ. അപ്പോൾ പിന്നാക്കാവസ്ഥയിലുള്ള പൗരന്മാരുടെ നിയമന വിഷയത്തിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്ന വിഷയത്തിലും ഗവൺമെൻറ് PSCയുടെ അഭിപ്രായം ആരായേണ്ടതില്ല. ഏതെങ്കിലും പ്രത്യേക തസ്തികകളോ നിയമനങ്ങളോ PSCയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഏതെങ്കിലും പ്രത്യേക തസ്തികകളോ നിയമനങ്ങളോ PSCയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് നിർദ്ദേശിക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്.
അടുത്ത ഭരണഘടനാ സ്ഥാപനം പഠിക്കാനുള്ളത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. പഞ്ചായത്തുകളുടെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പഠിക്കാനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവർണർക്ക് ശുപാർശകൾ നൽകാനുമായി നിലകൊള്ളുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. പഞ്ചായത്തുകളുടെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പഠിക്കാൻ പിന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവർണർക്ക് ശുപാർശ നൽകാനായിട്ട് നിലകൊള്ളുന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് 243I, 243Y, 243I, 243Y എന്നീ ആർട്ടിക്കിൾസാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1994 ഏപ്രിൽ 23-നാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ടത്. 1994 ഏപ്രിൽ 23-ന് രൂപം കൊണ്ടു. ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. ആസ്ഥാനം തിരുവനന്തപുരം. കാലാവധി 5 വർഷം. നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ 3 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് നിലവിൽ കേരള ധനകാര്യ കമ്മീഷനിലുള്ളത്. നിലവിലെ ചെയർമാൻ, അതായത് ഇപ്പോൾ 7ാമത്തെ ചെയർമാനാണ് നിലവിലുള്ളത്. KN ഹരിലാലാണ് നിലവിലെ ചെയർമാൻ, അല്ലെങ്കിൽ 7th ചെയർമാൻ. 2024 ഒക്ടോബർ മുതലാണ് KN ഹരിലാൽ ചുമതലയേറ്റത്. മറ്റംഗങ്ങൾ ഡോക്ടർ A ജയതിലക്, ഡോക്ടർ ഷർമിള മേരി ജോസഫ്. ഡോക്ടർ A ജയതിലക്, ഡോക്ടർ ഷർമിള മേരി ജോസഫ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ 2 നിയമങ്ങളാണുള്ളത്. ഒന്ന് 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം. കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 സെക്ഷൻ 186, എടുത്തു പറയാം സെക്ഷൻ 186. രണ്ടാമത്തെ നിയമം കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 സെക്ഷൻ 205. കേരള മുനിസിപ്പാലിറ്റി നിയമം 1994, കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 എന്നിവയാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ. കേരള ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ PM എബ്രഹാം. ബാക്കിയുള്ള ചെയർമാൻമാരുടെ പേര് പ്രഭാത് പട്നായിക്, KV രവീന്ദ്രൻ നായർ, പ്രൊഫസർ MA ഉമ്മൻ, BA പ്രകാശ്, SM വിജയാനന്ദ്, ഇപ്പോൾ KN ഹരിലാൽ. ഫസ്റ്റ് PM എബ്രഹാം, സെക്കൻഡ് പ്രഭാത് പട്നായിക്, തേർഡ് KV രവീന്ദ്രൻ നായർ, 4 MA ഉമ്മൻ, 5 BA പ്രകാശ്, 6 SM വിജയാനന്ദ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചുമതലകൾ: 1. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നു. 2. സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കുമിടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു. 3. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കാവുന്നതും അവയ്ക്ക് വിനിയോഗിക്കാവുന്നതുമായ നികുതികളും തീരുവകളും ചുങ്കങ്ങളും നിശ്ചയിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിക്കുക. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കുമിടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കാവുന്നതും അവയ്ക്ക് വിനിയോഗിക്കാവുന്നതുമായ നികുതികളും തീരുവകളും ചുങ്കങ്ങളും നിശ്ചയിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. അടുത്തതായി നോക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അഡ്വക്കേറ്റ് ജനറലാണ്. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ അറ്റോർണി ജനറലിന്, കേന്ദ്രത്തിൽ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 165 അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 165. അഡ്വക്കേറ്റ് ജനറലിന് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. അഡ്വക്കേറ്റ് ജനറലിന് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗത്തിൽ തുടരാവുന്നതാണെന്ന് ആർട്ടിക്കിൾ 165(3) പ്രകാരം പറഞ്ഞിരിക്കുന്നു.
ആർട്ടിക്കിൾ 165(3) പ്രകാരം ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗത്തിൽ തുടരാവുന്നതാണ്. മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 177. അപ്പോൾ ആർട്ടിക്കിൾ 177 പറയുന്നത് മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടവകാശമില്ല, പക്ഷേ ചർച്ചകളിൽ പങ്കെടുക്കാം. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടവകാശമില്ല, ചർച്ചയിൽ പങ്കെടുക്കാം. സംസ്ഥാന നിയമസഭയിലെ അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അഡ്വക്കേറ്റ് ജനറലിന് ലഭിക്കും. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന നിയമസഭയിലെ അംഗത്തിന് തുല്യമാണ്. അവർക്ക് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അഡ്വക്കേറ്റ് ജനറലിന് ലഭിക്കും. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ KV സൂര്യനാരായണ അയ്യറാണ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടി കുറിച്ചിട്ട നോട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.